ഹലോ, ഇത് ഞാൻ ജനുവരി 1 എടുത്ത വീഡിയോ കേട്ടോ. പക്ഷേ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ ഫോണിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ ട്രിപ്പിൻ്റെ ആൾക്ക് 8:15 പോകണമായിരുന്നു. അത് യൂണിഫോം ഞങ്ങൾക്ക് തയ്ച്ച് കിട്ടാത്ത കാരണം ഞങ്ങൾ കളർ ഇട്ടിട്ടാണ് പോണത്. ഒരു ബാഗി പാൻറ്റ് വാങ്ങിച്ചാൽ പിന്നെ ബാഗി പാൻറ്റ് മാത്രം മതി, എല്ലായിടത്തേക്കും ബാഗി പാൻറ്റ്. എന്തൊരവസ്ഥയാണ് നോക്കണേ. ഒരുത്തൻ പരപോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ല, അവന് 10:15 കാരണം അവന് പ്രീ കെ ജിയിലും പ്രവേശനോത്സവമുണ്ട്, LKGയിലും പ്രവേശനോത്സവമുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പ് ഞങ്ങൾ ഫോൺ അങ്ങനെ കൊടുക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫുഡ് തീരെ കഴിക്കാത്ത കാരണം ആ ഫുഡ് കൊടുക്കണ നേരം കഴിക്കും. പിന്നെ ഞങ്ങൾ കാണാത്ത നേരത്തും അവൻ ഒളിച്ചും പാത്തും ആ ഫോൺ കാണും. ചെറുപ്പത്തിൽ കട്ടിലിൻ്റെ അടിയിൽ നിന്നൊക്കെ വിളിച്ചും സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോഴാണ് അറിയാറ് ഇവന്മാർ ഒളിഞ്ഞും പാത്തിയായിരുന്നു ഫോൺ കാണണമെന്നാണ്. എന്തായാലും എങ്ങനെയെങ്കിലും ഒരു തുണ്ട് വായിച്ചേ തുണ്ട് ചോറ് വായിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടാട്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ രണ്ടാമത്തവന് കുത്തി വിളിച്ച് എണീപ്പിച്ച് പല്ലേപ്പിച്ച് തീറ്റ കൊടുത്ത്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം 10:15 എത്തിയാൽ മതി എന്ന് സ്കൂളിൽ അറിയിച്ചപ്പോഴാണ്. പിന്നെ മിസ്സ് വിളിച്ചേക്കാം, എല്ലാവരും നേരത്തെ എത്തി, 10 മണിയാകുമ്പോഴേക്കും എത്തുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും എനിക്കൊന്നും ഓർമ്മയില്ല. സടകുടങ്ങി എല്ലാം റെഡിയാക്കി ആയിരുന്നു. പെട്ടെന്നൊക്കെ ഡ്രസ്സൊക്കെ മാറി. പിന്നത്തെ വീഡിയോസൊന്നും എനിക്കങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആളെന്നെ ബാഗൊക്കെ എത്തി സെറ്റപ്പാക്കിയിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി പോവാട്ടോ. ആളുടെ ഇത്രയും ലവും ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്കിന്ന് അവൾക്ക് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മാജിക് ആയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഗൊറില്ല ഡാൻസ് ആയിരുന്നു. ഗൊറില്ലയുടെ കൂടെ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആൾ തുള്ളിച്ചാടി വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഓടിനട്ടെന്ന് വർത്താനം പറയുന്നു. ബാക്കിയുള്ള പിള്ളേർക്ക് നാണാണെങ്കിൽ ഇങ്ങേർക്ക് നാണം പോയിട്ടൊന്നുമില്ല. ഓടിനട്ടം എന്താ അവൻ കാണിക്കേണ്ടിയിരുന്നത്. അതേപോലെ തന്നെ മിസ്സുമാരേനൊക്കെ ഭയങ്കര പരിചയമായി, കാരണം ഒരു പേടി എന്ന് പറഞ്ഞ സാധനമില്ല. കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയി ചേർത്തിയിട്ട് ആദ്യത്തെ ഒരാഴ്ച നല്ല മിടുക്കന്മാരായിട്ട് പോയി. കാരണം പിള്ളേരാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര കരച്ചിലായിരിക്കും. ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഓട്ടോറിക്ഷയിൽ ഞാൻ തള്ളി കയറ്റാൻ പെട്ട പാട്. എന്തായാലും ഇപ്പം ഈ നടക്കണതിൻ്റെ മുകളിലാണ് മൂത്തം പഠിക്കണത്. ഇത് അവരുടെ ക്ലാസ്സിൽ സമ്മർ വെക്കേഷനിൽ ഒരു ഇംഗ്ലീഷ് വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മൂത്താളുടെ 2 ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാട്ടോ ഗിഫ്റ്റ് കിട്ടിയത്. ഞങ്ങളന്ന് വീഡിയോ എടുക്കാൻ പെട്ട പാട്. എൻ്റെ പൊന്നോ, സ്കൂൾ വെക്കേഷനായ കാരണം വെക്കേഷൻ സമയത്താണോ പഠിക്കാൻ തരണേന്നും പറഞ്ഞിട്ട് എന്നെ അവനൊരു ചീത്ത പറച്ചിലുണ്ട്. അങ്ങനെ നമ്മുടെ ഗൊറില്ല ലാൻഡ് ചെയ്യാറായി. ഗൊറില്ല വന്ന വൈകി സ്റ്റേജിൽ ഒരു കുട്ടി നിൽക്കണ്ടായിരുന്നു. ജീവനും കൊണ്ടാ കൊച്ചോടറോ ഓട്ടം. അങ്ങനെ ഗൊറില്ലയുടെ ഡാൻസും ഇതൊക്കെ കാരണം സ്പീഡ് ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. കാരണം ഗൊറില്ല കുറച്ചധികം നേരം കളിച്ചു. ചില പിള്ളേർ ഒരു പേടിയില്ലാണ്ട് ഗൊറില്ലയുടെ ഒക്കത്തൊക്കെ കയറി കുത്തിയിരിക്കണം കാണാം. അപ്പോഴേക്കേ എൻ്റെ മടിയിൽ ഒരുത്തം കുത്തിയിരിക്കുന്നുണ്ട്. ഞാൻ അവനോട് പറയുന്നുണ്ട്, പോടാ മോനെ പോടാ മോനെ പോടാ ഉണ്ണിയെ. എൻ്റെ അപ്പുറത്തിരുന്ന് ജന്മം ഉണ്ടെങ്കിൽ അവൻ പോയില്ല. ലാസ്റ്റ് ഗൊറില്ല എല്ലാവരും അടുത്ത് വന്ന് ഷെയ്ക്കിൻ്റെ ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവനൊരു ഷെയ്ക്കിൻ്റെ കൊടുത്ത് ഇവൻ വലിയ കാര്യത്തിൽ ഗൊറില്ലയുടെ കൈ പിടിച്ച് ഞെരിക്കുന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ അവനൊരു ഷെയ്ക്കിൻ്റെ കൊടുത്തു. സ്പീഡ് കൂട്ടിപ്പോയ കാരണമാണ് അത് കാണാൻ പറ്റാത്തത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഗൊറില്ലയുടെ ഡാൻസും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്ത് ഗൊറില്ലയുടെ കൂടെ വേണമെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അങ്ങനെ എല്ലാ മിസ്സുമാരും ഞാനും ഇവന് കുറേ അനുഭവിച്ചോടാ, ഒരു ഫോട്ടോടാ പ്ലീസ്, ഒരു ഫോട്ടോടാ. അവനാണെങ്കിൽ അങ്ങോട്ടാക്കിയില്ല. സ്കൂളിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് വന്നാൽ തന്നെ ഗൊറില്ലയുടെ കൂടെ ഡാൻസ് കളിക്കുമെന്നും പറഞ്ഞിട്ടായിരുന്നു. പെൺപിള്ളേർ വരെ ഗൊറില്ലയുടെ അടുത്തേക്ക് പോയി. ഇങ്ങനെ എൻ്റെ മടിയിൽ കയറി കുത്തിരിക്കുകയായിരുന്നു. എന്തായാലും മടിയിൽ കയറി കുത്തിരിക്കണ കണ്ടില്ലേ, കണ്ണും പോയിച്ച് തുറപ്പിച്ച് നോക്കിയിരിക്കരുത്. എന്താണെന്നറിയില്ല, അതടുത്ത് പേര് പെരുന്ന നെഞ്ചത്ത് ഒരു പടക്കപ്പടക്കേന്ന് സൗണ്ട് ആയിരുന്നു. എനിക്ക് ലേശം ഒരു പേടിയുള്ള പോലെ. സംഭവം അതിൻ്റെ ഉള്ളിൽ ആളാണെന്നറിയാം, എന്നാലും ഇങ്ങനത്തെ ഒരു വലിയൊരു സാധനം നേരിട്ട് വരുമ്പോൾ എന്തോ പോലെ. അങ്ങനെ ഗൊറില്ലയുടെ ഡാൻസ് എനിക്ക് തോന്നുന്നത് ഒരു 3-4-5 മിനിറ്റത്തോളം നീണ്ടു നിന്നും. ഈ കൊച്ചിന് ഒരു പേടിയില്ലാണ്ട് അതിനെ വട്ടം ചുറ്റി നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ സെക്ഷൻ ചിലർ ഫാമിലി ഫോട്ടോസ്, സിംഗിൾ ഫോട്ടോസ്, അങ്ങനെ പലതരം ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ മോൻ എൻ്റെ മടിയിൽ തന്നെ ഇരുന്നു. ഞാൻ ഇടയ്ക്ക് അവനെ കളിയാക്കുന്നുണ്ട്, ഇതാണോടാ നീ ഗൊറില്ലയുടെ കൂടെ ഡാൻസ് കളിക്കണേന്നും പറഞ്ഞിട്ട്. നിങ്ങളതൊന്നും ലെവലേശം കിട്ടില്ല. ലാസ്റ്റ് മിസ്സുമാരൊക്കെ വന്ന് പറയുന്നുണ്ട്, ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം, ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കാം. എവിടെ ആര് കണ്ട കുറച്ച് പിള്ളേരൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് പോയി ഫോട്ടോ എടുക്കാൻ. അവൻ പോയില്ല. അല്ലേ അക്കുമണിയെ? എന്താ പോവാഞ്ഞ്? പേടിയായിട്ടാ? അപ്പം ഈ ചേച്ചി ഇവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കണം കണ്ടില്ലേ? ഒരുത്തി ഞാൻ പറഞ്ഞില്ല, അവൾ ഗൊറില്ലയുടെ വായുടെ ഉള്ളിൽ ഒരു വരലിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി ഒരു പേനയും പേപ്പറും കൊടുത്ത് ക്ലാസ് റൂമിലേക്ക് കയറ്റി വിടുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇവൻ എൻ്റെ ബേക്കിൻ്റെ ഉള്ളിൽ നിന്ന് ബബിളൊക്കെ എടുത്ത് മുണുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ പോവാമ്മേ വീട്ടിൽ പോവാമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ ഊഴം എത്തി.
ഞങ്ങൾ ബാഗൊക്കെ ഇട്ടിട്ട് അകത്തേക്ക് കയറിയിട്ടാണ്. ഇപ്രാവശ്യത്തെ എൻ്റെ ക്ലാസ് ടീച്ചർമാരാണ് ഒരു പെൻസിലും ഇതൊക്കെ കൊടുത്തിട്ട് ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ കയറ്റി വിടും. കയറ്റി പോയപ്പോൾ ആളുടെ ഫ്രണ്ടിനൊക്കെ കണ്ട്. അപ്പം ഞാൻ ബാഗൊക്കെ പിടിച്ച് വിളിച്ച് വാങ്ങിച്ച് അവിടെ ഇരുന്ന മോനെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട് സ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ മോനെ സ്ലേറ്റ് എടുക്കണം, തിരിച്ച് കൊണ്ട് വയ്ക്കുമെന്നും പറഞ്ഞപ്പോഴാണ് അവൻ തിരിച്ച് കൊണ്ടുവച്ചത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറേ മീറ്റിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മൊത്തം ഒരു 24 പിള്ളേരുണ്ടാക്കുമായിരിക്കും. ഇതിലൊരു 4-5 പേരെ. ഇതാണ് അവൻ്റെ കൂട്ടുകാരി ഇവ. അവരെന്ത് പ്രോഗ്രാം ചെയ്യാൻ ഇരിക്കണതായിട്ട്. ആദ്യം ഞാൻ ഒരു കാർഡ് ബോർഡിൽ ഇങ്ങനെ സ്മൈലി വരച്ച് കൊടുക്കാം. ഇത് എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ബോർഡിൽ പിന്നുകൊണ്ട് കുത്തി വയ്ക്കണം. അതൊന്നും എനിക്കെടുക്കാൻ പറ്റിയില്ല. അടുത്ത ക്ലാസ് റൂമിലേക്ക് പോയിട്ട് ഇങ്ങനെ കുറച്ച് ഗ്ലാസ്സുകളും ബോളുകളും വെച്ചിട്ടുണ്ടാവും. അത് കറക്റ്റ് ഏത് കളേഴ്സിന് മാച്ചായിട്ട് നമ്മൾ വെച്ച് കൊടുക്കട്ടെ ചെയ്തു. ആളാദ്യം വെച്ചപ്പോൾ എല്ലാവരും വെരിക്കോട്ടെന്നും പറഞ്ഞ കാരണം ഒരു ആകാംക്ഷ മൂത്തപ്പോൾ ആൾ പിന്നെ ചടവട ഒരു 2-3 വട്ടം കളിച്ച്. ടീച്ചർമാരൊക്കെ കൈയടിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണെന്ന് തോന്നുന്നുണ്ട്. കണ്ട ആ പിള്ളേർക്ക് വെക്കാൻ സമ്മതിക്കേണ്ടി ഇവൻ കിടന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യേണ്ട ഉണ്ണി, അവർ വെയിറ്റ് ചെയ്യുക, അവർ ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആൾ പിന്നെ സമ്മതിച്ചത്. ഇതൊക്കെ ഞാൻ 1-ാം തീയതി എടുത്ത വീഡിയോസാണ്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണതെന്ന് മാത്രം. അതേ 2-ാമത്തേനെ കൊണ്ട് പിന്നെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം